മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാകുന്ന ഒരു സന്യാസി ആ പട്ടണത്തിലെത്തി. ഉടൻ തന്നെ അവിടുത്തെ പ്രമാണി അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഗുരു, എനിക്ക് ഈ മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കണമെന്നുണ്ട്, അങ്ങ് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. സന്യാസി പറഞ്ഞു, നിനക്കിത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കിയാൽ പല കാര്യങ്ങളും അറിയേണ്ടി വരും. അത് നിനക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നും. അതുകൊണ്ട് നീ പഠിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളുടെ പ്രമാണി വിടാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്ത് വന്നാലും പഠിക്കണം. അങ്ങനെ സന്യാസി മൃഗങ്ങളുടെ ഭാഷ അദ്ദേഹത്തെ പഠിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ കോഴികൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. കോഴികൾ പറയുന്നു, 2 ദിവസം കൊണ്ട് ഇവിടുത്തെ കാള ചത്തുപോകുമെന്ന് പറയുന്നു. ഇത് കേട്ടുടനെ നമ്മളുടെ പ്രമാണി ആകെ ഞെട്ടിപ്പോയി. കാരണം ഈ മൃഗങ്ങളുടെ ഭാഷയിലൂടെ വരാനുള്ള ആപത്തുകൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ കാളയെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള നായ്ക്കൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. അവിടെയുള്ള കഴുത വേഗം തന്നെ ചത്തുപോകും, ഒരു 2-3 ദിവസം കൊണ്ട് കഴുത ചത്തുപോകുമെന്ന് പറയുന്നത് കേട്ടു. ഉടനെ തന്നെ അദ്ദേഹം ആ കഴുതയെയും കൊണ്ടുപോയി ചന്തയിൽ വിറ്റു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പൂച്ചകൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നത്. പൂച്ചകൾ പറയുന്നു, നമ്മളുടെ മുതലാളി വേഗം തന്നെ മരിച്ചു പോകും. കാരണം ആ ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മളുടെ മുതലാളിയുടെ വിസ ഏകദേശം റെഡിയായിരിക്കുകയാണ്. മുതലാളി ഏകദേശം ആ 2-3 ദിവസം കൊണ്ട് തന്നെ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അദ്ദേഹത്തിന് പേടിയായി. കാരണം മരണമെന്നുള്ളത് ഒരു അനിവാര്യതയാണെന്നറിയാം. പക്ഷേ ആ മരണത്തെ പേടിയാണ് എല്ലാവർക്കും. അദ്ദേഹം നേരെ സന്യാസിയുടെ അടുത്തേക്ക് ഓടി അദ്ദേഹം പറഞ്ഞു, ഗുരു, എന്നെ രക്ഷിക്കണം. ഈ പൂച്ചകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. ഞാൻ 2-3 ദിവസം കൊണ്ട് മരിച്ചു പോകുമെന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസി പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മരണമെന്ന് പറയുന്നത് എനിക്കൊരിക്കലും തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് നീ സമാധാനത്തോടെ വീട്ടിൽ പോവുക. നിനക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് മരണത്തിന് വേണ്ടി കാത്തിരിക്കുക. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രമാണി വളരെ സങ്കടത്തോടു കൂടി വീട്ടിൽ തിരിച്ചെത്തി. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ആകെ വ്യാധികളൊക്കെയായി 2 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചുപോയി. മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന് ആദിയും വ്യാധിയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വന്നു. ഇതുപോലെയാണ് പല കാര്യങ്ങളും. നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. വേണ്ടാത്ത ഗോസിപ്പുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഹാവ് എ നൈസ്